لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا نبي الله. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, സലാമുകൾ, മദ്ഹ്, മനാഖിബുകൾ ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, മഹദികൾ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, സഹോദര സഹോദരിമാരിൽ നിന്ന്, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന്, മക്കളിൽ നിന്ന് അല്ലാഹ് എല്ലാവരുടെയും ഹദ്റത്തിലേക്ക്, വേർപിരിഞ്ഞ മുഴുവൻ ആളുകളുടെയും ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അലീമായ റബ്ബേ, റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ ഇവിടെ ഓതിയതും ചൊല്ലിയതും എല്ലാം ന്യൂനതകൾ പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഈ പ്രാർത്ഥന നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളോടൊപ്പം മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ അല്ലാഹ്, ഹാഫിളീങ്ങളുണ്ടല്ലോ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളുണ്ടല്ലോ അല്ലാഹ്, യതീമായ മക്കളുണ്ടല്ലോ അല്ലാഹ്, അവരുടെ ഉമ്മമാരുണ്ടല്ലോ അല്ലാഹ്. അവരുടെ കാമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ വിഷമങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് നീ പരിഹാരം തരണേ അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ധാരാളം പ്രയാസങ്ങളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട് അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകള്, വിഷമങ്ങള്, പ്രയാസങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്താ അല്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹ്. അനവധി നിരവധി അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് ഔദാര്യമായി തന്നിട്ടുണ്ട്. പലപ്പോഴും നീ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഓർക്കാറില്ല, ആലോചിക്കാറില്ല, അതിന്റെ മഹത്വങ്ങളെ കുറിച്ച് തിരിച്ചറിയാറില്ല. അല്ലാഹുവേ, തന്ന അനുഗ്രഹങ്ങള് ബറക്കത്തോടെ നിലനിർത്തി തരണേ അല്ലാഹ്. നീ തന്ന അനുഗ്രഹങ്ങള് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിന് നന്ദി പറയുമ്പോൾ, ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുമ്പോൾ, ആ അനുഗ്രഹങ്ങൾക്ക് ഹംദ് ചെയ്യുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ പുതുതായി വർദ്ധിപ്പിക്കാൻ അത് കാരണമാകുമല്ലോ അല്ലാഹ്. ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങള് ബറക്കത്തോടെ നിലനിർത്തി താ അല്ലാഹ്, ഖൈറാക്കി താ അല്ലാഹ്. ആകാശലോകത്തുനിന്ന് ഇനിയും അനിയും അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് നീ ഇറക്കി തരണേ അല്ലാഹ്. ആകാശലോകത്തുനിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ബറക്കത്തായി ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജോലിയിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, ഞങ്ങളുടെ കൃഷികളിലേക്ക്, ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിലേക്ക് നിന്റെ ബറക്കത്ത് പ്രത്യേകമായി ഇറക്കി തരണേ അല്ലാഹ്. റഹ്മാനെ, ഭൂമിയിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങൾ മുളപ്പിച്ച് വളർത്തി വലുതാക്കി ഞങ്ങളിലേക്ക് നീ തരണേ അല്ലാഹ്. അകലെയുള്ള അനുഗ്രഹങ്ങള് അത് നീ ഞങ്ങളിലേക്ക് അടുപ്പിച്ചടുപ്പിച്ച് ബറക്കത്താക്കി താ അല്ലാഹ്. കുറവുള്ള അനുഗ്രഹങ്ങള് റഹ്മാനെ അത് വർദ്ധിപ്പിച്ച് ബറക്കത്താക്കി താ അല്ലാഹ്. ഉള്ളതിൽ വിശാലത തരണേ അല്ലാഹ്, ഹലാല് തരണേ അല്ലാഹ്, ഹറാമിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അലീമായ റബ്ബേ, റഹ്മാനായ അല്ലാഹ്, റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മനസ്സറിഞ്ഞ് നന്ദി ചെയ്യുന്ന നല്ല വിജയികളിൽ, വിശ്വാസികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്ന് രാവിലെ ഉറക്കിൽ നിന്ന് ഉണരാൻ ഭാഗ്യം തന്നല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ.
ഇന്നത്തെ ദിവസം ഖൈറിന്റെ ബറക്കത്തിന്റെ റാഹത്തിന്റെ ദിനമാക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ സുദിനമാക്കണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചവരിൽ ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇന്ന് രാവിലെ ഞങ്ങൾ ഉണർന്നപ്പോ ഞങ്ങൾക്ക് ശ്വസിക്കാനുള്ള വായു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ശ്വസിക്കാനുള്ള കഴിവ് ഞങ്ങളുടെ ശരീരത്തിനുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് നൽകുന്ന ഓരോരോ അനുഗ്രഹങ്ങളും ഓരോ പ്രഭാതത്തിലും രാവിലെ ഉറക്കിൽ നിന്നുണരുന്ന സമയത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന് മനസ്സറിഞ്ഞൊന്ന് ശുക്ർ ചെയ്യണം. അല്ലാഹുവിന് മനസ്സറിഞ്ഞൊന്ന് ഹംദ് ചെയ്യണം. അങ്ങനെ റബ്ബിനെ സ്തുതിക്കുമ്പോ ശുക്ർ ചെയ്യുമ്പോ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തി തരികയും ധാരാളം അനുഗ്രഹങ്ങൾ പുതുതായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അല്ലാഹുവേ, നീ സദസ്സൊരു ഹംദിന്റെ ശുക്റിന്റെ സദസ്സായി സ്വീകരിക്കണേ അല്ലാഹ്. നീ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾ എടുത്ത് പറയുമ്പോ അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. രാവിലെ ഞങ്ങൾ ഉണർന്നപ്പോൾ ഞങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ട്. അൽഹംദുലില്ലാഹ്. നല്ലത് കാണുന്ന കണ്ണാക്കണേ അല്ലാഹ്. നല്ലത് കാണുന്ന കണ്ണാക്കണേ അല്ലാഹ്. കാഴ്ച ശക്തി നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, കേൾവിയുണ്ട്. നല്ലത് കേൾക്കുന്ന ചെവിയാക്കണേ അല്ലാഹ്. നല്ലത് കേൾക്കുന്ന ചെവിയാക്കണേ അല്ലാഹ്. റബ്ബേ, നാവിന് സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. നല്ലത് പറയുന്ന നാവാക്കണേ അല്ലാഹ്. നിന്നെ കുറിച്ച് പറയുന്ന നാവാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിനെ കുറിച്ച് പറയുന്ന നാവാക്കണേ അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാഹ്. അല്ലാഹുമായ റബ്ബേ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന നാവാക്കണേ അല്ലാഹ്. അല്ലാഹുമായ റബ്ബേ, ഞങ്ങളുടെ നാവുകൾക്ക് രുചി തിരിച്ചറിയാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മധുരമാണോ ഉപ്പാണോ പുളിയാണോ ഏതവസ്ഥയാണെന്ന് ഞങ്ങളുടെ വായിലേക്ക് നാവിലേക്ക് അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നാവില് വായില് ഉമ്മനീരുണ്ട്. അൽഹംദുലില്ലാഹ്. എത്ര ആളുകളാണ് വായിലുള്ള ഉമ്മനീര് വറ്റിപ്പോകുന്ന അവസ്ഥ, പ്രയാസപ്പെടുന്നു, തൊണ്ട വറ്റുന്നു, വായിൽ ഉപ്പുനീര് വറ്റുന്നു. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കണ്ണില് കണ്ണുനീരുണ്ട്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദാ. ഞങ്ങളുടെ കൈകൾ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഞങ്ങൾക്ക് നടക്കാനും ഇരിക്കാനും യാത്ര ചെയ്യാനും കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. കാലുകൾക്ക് സ്വാധീനമുണ്ട്. അൽഹംദുലില്ലാഹ്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നീ ഞങ്ങൾക്ക് ചലിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിവ് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ശരീരത്തിന്റെ ഒരു അവയവവും മുറിച്ചു മാറ്റുന്ന രോഗമോ അവസ്ഥയോ നൽകല്ലേ അല്ലാഹ്. നൽകല്ലേ അല്ലാഹ്. കാക്കണേ അല്ലാഹ്. കിടന്നുറങ്ങാൻ ഒരു വീടുണ്ട്. അൽഹംദുലില്ലാഹ്. യാത്ര ചെയ്യാൻ വാഹനങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്. നല്ല മാതാപിതാക്കളെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നല്ല റബ്ബേ, മക്കള്, കുടുംബങ്ങള്, സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നല്ല അയൽവാസികളെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നല്ല കൂട്ടുകാരെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നല്ല ഉസ്താദുമാര്, നല്ല ഗുരുനാഥന്മാര്, നല്ല ശിഷ്യന്മാര്, നല്ല സുഹൃത്തുക്കള് ഞങ്ങൾക്കുണ്ട്. അൽഹംദുലില്ലാഹ്. അനുഗ്രഹങ്ങളൊക്കെ നീ ബറക്കത്തോടെ നിലനിർത്തണേ അല്ലാഹ്. ഖൈറാക്കി തരണേ അല്ലാഹ്. എല്ലാവരുടെയും സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുമായ റബ്ബേ, ധരിക്കാൻ വസ്ത്രങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്. റബ്ബേ, ഉപയോഗിക്കാൻ വീട്ടിൽ ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെയുണ്ട്. അൽഹംദുലില്ലാഹ്. എത്ര വലിയ അനുഗ്രഹമാണ് കരണ്ട് റബ്ബേ ഞങ്ങൾക്കുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അതിൽ നിന്നുള്ള ഷോക്കേറ്റ് കൊണ്ടുള്ള
പുറത്തുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. വീട്ടിലെ ഗ്യാസ് വലിയ അനുഗ്രഹമാണ്. ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അലീമായ റബ്ബേ, ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കർ വലിയ അനുഗ്രഹമാണ്. പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങളിൽ നിന്ന് ഞങ്ങൾ മക്കൾ കുടുംബങ്ങൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അലീമായ റബ്ബേ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വലിയ ബറക്കത്താണ്, അനുഗ്രഹമാണ്. അതിന്റെ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. റഹ്മാനെ, മഴ വലിയ അനുഗ്രഹമാണ്. റബ്ബേ, പ്രളയത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അതിശക്തമായ ഉരുൾപൊട്ടലിൽ നിന്ന്, റബ്ബേ, വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഞങ്ങളുടെ നാടുകളെ ഞങ്ങളെല്ലാം നീ കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സൂര്യന്റെ പ്രകാശം നല്ലതാണ്. സൂര്യതാപമേറ്റിട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. അലർജികളിൽ നിന്ന് കാക്കണേ അല്ലാ. റഹ്മാനെ, എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുമായ റബ്ബേ, തന്ന അനുഗ്രഹങ്ങള് മനസ്സറിഞ്ഞ് ശുക്ർ ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ, നന്ദിയുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, ദോഷങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. നിന്റെ കാരുണ്യം വിശാലമാണല്ലോ അല്ലാ. മാപ്പാക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. ഈ പ്രാർത്ഥന ഒരു തൗബയായി ഞങ്ങളിൽ നിന്ന് പരിഗണിക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും പാപങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാ. ശിഷ്ടജീവിതം നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. വിധിവിലക്കുകൾ പാലിക്കുന്നവരാക്കണേ അല്ലാ. വിരോധനകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാക്കണേ അല്ലാ. കുടുംബങ്ങളിൽ ഐക്യവും യോജിപ്പും മഹബത്തും മവദ്ദത്തും നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമുള്ളവരാക്കണേ അല്ലാ. മക്കൾ അനുസരണയുള്ളവരാക്കണേ അല്ലാ. കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ അല്ലാ. റഹ്മാനെ, സർവ്വശർറുകള്, സിഹറുകള്, ശൈത്താനിയത്ത്, റൂഹാനിയത്ത്, ഉപദ്രവങ്ങള്, വസ്വാസുകള് എല്ലാം മാറ്റിത്തരണേ അല്ലാ. സാഹിരീങ്ങൾ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. ഐനീങ്ങൾ ഐനിൽ നിന്ന് കാക്കണേ അല്ലാ. ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്ന് കാക്കണേ അല്ലാ. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാ. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. റഹ്മാനെ, ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നതാ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്. അല്ലാഹുമ്മ റബ്ബൽ ബൈത്ത് ബിഹഖിൽ ബൈത്ത് വഅഹ്ലിൽ ബൈത്ത് സഹ്ഹിൽ ലിൽ ബൈത്ത്. അല്ലാഹുമ്മ റബ്ബൽ ബൈത്ത് ബിഹഖിൽ ബൈത്ത് വഅഹ്ലിൽ ബൈത്ത് സഹ്ഹിൽ ലിൽ ബൈത്ത്. അല്ലാഹുമ്മ റബ്ബൽ ബൈത്ത് ബിഹഖിൽ ബൈത്ത് വഅഹ്ലിൽ ബൈത്ത് സഹ്ഹിൽ ലിൽ ബൈത്ത് എന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഖൈറായ നല്ല ഭവനം നൽകണേ അല്ലാ. ഉള്ള വീട് ബറക്കത്തിന്റെ വീടാക്കണേ അല്ലാ. അദീമായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ സൽസന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. യാ ഖാലിഖ് യാ അല്ലാ, യാ ബാരിഉ യാ അല്ലാ, യാ മുസവ്വിർ യാ അല്ലാ, യാ മുതകബ്ബിർ യാ അല്ലാ, യാ ഗഫാർ യാ അല്ലാ എന്ന ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട്, എന്ന ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. നല്ല മക്കളെ തരണേ അല്ലാ. ആൺകുട്ടികൾക്ക് ഇല്ലാത്തവർക്ക് ആൺകുട്ടികളെ കൊടുക്കണേ അല്ലാ. പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട്, ഈ ബദരിയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇതിൽ പങ്കെടുക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഹാഫിളീങ്ങൾ, യതീമായ മക്കളുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, തഹജ്ജുദിന്റെ സമയം മുതൽ ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ബദരിയത്ത് കാണുന്ന, കേൾക്കുന്ന, പങ്കെടുക്കുന്ന, ആ ദുആയിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉപ്പമാർ, ഉമ്മമാര്, സാലിഹീങ്ങള്, അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട്, ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ തരണേ അല്ലാ.
അല്ലാഹുവേ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഡോക്ടർമാര് പല പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഗർഭിണികളടക്കമുണ്ട്. നീ റാഹത്ത് നൽകണേ അല്ലാ, സുഖപ്രസവം നൽകണേ അല്ലാ, ശരീരത്തിന് റാഹത്ത് നൽകണേ അല്ലാ, മനസ്സിന് ധൈര്യവും സമാധാനവും നൽകണേ അല്ലാ. അല്ലാഹുമായ റബ്ബേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ എല്ലാം നീ പുരോഗതി നൽകണേ അല്ലാ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് വിളിച്ച് മക്കളെ യതീമാക്കല്ലേ അല്ലാ, ഭാര്യമാരെ വിധവകളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ കണ്ണീരിനാക്കല്ലേ അല്ലാ. അല്ലാഹുമായ റബ്ബേ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. അല്ലാഹുമായ റബ്ബേ താങ്ങാൻ കഴിയാത്ത സഹിക്കാൻ കഴിയാത്ത സാമ്പത്തികമായി തളർത്തുന്ന മാനസികമായി തകർക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ശരീരത്തിന്റെ മജ്ജയിലോ മാംസത്തിലോ രക്തത്തിലോ ഏതെങ്കിലും കോണുകളിൽ വലിയ വലിയ രോഗങ്ങൾ അണുക്കളുണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെ ശരീരത്തിന്റെ മജ്ജയിലോ മാംസത്തിലോ ഉള്ള ഏത് രോഗത്തിന്റെ അണുക്കളാണെങ്കിലും അതിനെല്ലാം നീ കരിച്ചു കളയണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. ഈ ബദരിയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. ളാഹിറും ബാത്തിനുമായ സർവ്വരോഗങ്ങളും മാറ്റണേ അല്ലാ. വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. യോജിച്ച ബറക്കത്തുള്ള മനസ്സിനിണങ്ങിയ റാഹത്തുള്ള നല്ല ഇണകളെ കൊണ്ട് സന്തോഷകരമായ ജീവിതം നൽകണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിനക്കറിയാം, എല്ലാം പൂർത്തീകരിക്കണേ അല്ലാ. സ്ഥലങ്ങൾ വിറ്റുപോകേണ്ടവരുണ്ട്, നല്ല വിലയ്ക്ക് അവരുടെ സ്ഥലങ്ങൾ കച്ചവടമാക്കണേ അല്ലാ. റബ്ബേ അതുപോലെ ചരക്കുകൾ വിറ്റുപോകേണ്ടവരുണ്ട്, നല്ല വിലയ്ക്ക് അവരുടെ ചരക്കുകൾ കച്ചവടമാക്കണേ അല്ലാ. അല്ലാഹുവേ ഓരോ മുറാദുകളും മനസ്സിൽ കരുതിയിട്ട് എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന ബദരിയത്തിലേക്ക് വിളിച്ചു പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര്, അല്ലാഹ് നിനക്കറിയാമല്ലോ ഏത് നിയ്യത്തോടുകൂടെയാണോ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. അവരുടെയും ഞങ്ങളുടെയും സർവ്വ ഉദ്ദേശങ്ങള് പൂർത്തീകരിക്കണേ അല്ലാ, മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ, അവരുടെ കുടുംബത്തിൽ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹു അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, വരുമാന മാർഗങ്ങളിൽ ഗുണം ചെയ്യണേ അല്ലാ. സർവ്വ ശർറുകളും സിഹ്റുകളും നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ദുആയിക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, അവരുടെ ഗുരുത്വം നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാ. ഖമറുൽ ഉലമാ ബദറുസ് സാദാത്ത് മുഹീസുന്നാ റഈസുൽ ഉലമാ താജുൽ മുഹഖഖീൻ സിറാജുൽ ഉലമാ അബ്ദുല്ലാഹിൽ ജലാലി ബാഫഖി തങ്ങളടക്ക ഞങ്ങളുടെ സർവ്വ ആലിമീങ്ങൾ, പണ്ഡിതന്മാര്, സദാത്തീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അല്ലാഹുവേ ഞങ്ങൾ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഉസ്താദുമാര്, റബ്ബേ ഞങ്ങൾക്ക് അലിഫ് മുതൽ അക്ഷരങ്ങൾ പഠിപ്പിച്ച് ഞങ്ങളുടെ അധ്യാപകന്മാര്, ഗുരുനാഥന്മാര്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ദുആ കൊണ്ട് കടമപ്പെട്ടവര്, ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവര്, പ്രത്യേകിച്ച് ഈ മജ്ലിസ് കാണുന്നവര്, കേൾക്കുന്നവര്, പങ്കെടുക്കുന്നവര്, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വലിയ വലിയ മഹാന്മാര്, പാണക്കാട് സാദാത്യങ്ങളിൽ നിന്ന് വിട പറഞ്ഞവര്, അല്ലാഹുവേ താജുൽ ഉലമ ഉള്ളാള് തങ്ങള്, അസ്ഹരി തങ്ങള്, ശംസുൽ ഉലമ ഇക്കൈ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, ചെറുശോല ഉസ്താദ്, ചെറിയപ്പി ഉസ്താദ്, അല്ലാഹുവേ ചേലക്കുളം ഉസ്താദ്, വടതല മൂസ ഉസ്താദ്, സദഖത്തുള്ള ഉസ്താദ്, സമസ്തയുടെ ദക്ഷിണയുടെ സംസ്ഥാനയുടെ സർവ്വ സുന്നത്തിയമാത്തിന്റെയും പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ച വലിയ വലിയ മഹാന്മാർ
മഹാന്മാര്, പണ്ഡിതന്മാര്, സാദാത്യങ്ങള്, അല്ലാഹുവേ വലിയ വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ഉമറാക്കള്, ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിച്ച റബ്ബേ വലിയ വലിയ സാലിഹീങ്ങൾ ഉമറാക്കള്, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബേ മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണേ അല്ലാ, ഖബർ സ്വർഗമാക്കണേ അല്ലാ. മഹാന്മാരോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ സംഗമിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അദീമായ റബ്ബേ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികള്, അവരുടെ ജോലിയിൽ കുടുംബത്തിലൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. റഹ്മാനേ റഹീമേ അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. പലരും വിദേശത്തേക്ക് പോയത് മാന്യമായൊരു വീട് വെക്കാനാണ്, നല്ല വരുമാനമുണ്ടാക്കി മക്കളെ കെട്ടിച്ചയക്കാനാണ്, മാതാപിതാക്കൾക്ക് ചികിത്സിക്കാനാണ്. അല്ലാഹു അങ്ങനെ പലവിധ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി വിദേശത്തേക്ക് പോയ പ്രിയപ്പെട്ട പ്രവാസികൾ പലരും ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട്. അല്ലാഹുവേ നല്ല ശമ്പളമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, റാഹത്തില്ലാത്ത അവസ്ഥയിലുള്ളവരുണ്ട്. അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ, മനസ്സിന് റാഹത്ത് കൊടുക്കണേ അല്ലാ, ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ശമ്പളത്തിൽ നീ വർധനവ് നൽകണേ അല്ലാ, സർവ്വവിധ ആനുകൂല്യങ്ങളും നൽകണേ അല്ലാ. ഒരു നിയമക്കുരുക്കുകളിലും പെടുത്തല്ലേ അല്ലാ. അലീമായ റബ്ബേ, റഹ്മാനായ അല്ലാ, റഹീമായ റബ്ബേ, പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവര്, ഈ പ്രാർത്ഥന എല്ലാ ദിവസവും കാണുന്നവര്, കേൾക്കുന്നവര്, പങ്കെടുക്കുന്നവര്, വീട്ടിൽ ഇത് വെക്കുന്നവര്, അവർക്ക് നീ സമാധാനവും സന്തോഷവും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളിൽ നിന്നവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. ദുആഇക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അലീമായ റബ്ബേ, ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചോദിച്ച എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഓരോന്നും ഓരോന്നും വിശദീകരിക്കേണ്ടതില്ല, എല്ലാം അറിയുന്ന റബ്ബേ, ഈ മജ്ലിസ് കാണുന്ന, കേൾക്കുന്ന, പങ്കെടുക്കുന്നവരുടെ മനസ്സിന്റെ പ്രയാസങ്ങൾ അറിയുന്ന അല്ലാ, വിഷമങ്ങൾ അറിയുന്ന അല്ലാ, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണേ അല്ലാ, പ്രയാസങ്ങളൊക്കെ നീക്കണേ അല്ലാ, ഖൈറു ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, വരുമാന മാർഗങ്ങളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഹബീബരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മുത്തനബി തങ്ങൾ കാവൽ ചോദിച്ചതിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാ. ദീനീ ഖിദ്മത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങൾക്ക് വലിയ പ്രതിഫലവും നൽകണേ അല്ലാ. ധാരാളം ആളുകൾക്ക് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആശ്വാസം നൽകുന്ന പ്രാർത്ഥന സദസ്സായി ഞങ്ങളുടെ ഈ സദസ്സിനെയും സംരംഭങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവർക്കും മനസ്സിന് സന്തോഷവും റാഹത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണേ അല്ലാ. ദുആഇക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. അദീമായ റബ്ബേ, റഹ്മാനായ അല്ലാ, റഹീമായ റബ്ബേ, റബ്ബേ ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇതുവരെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവര്, ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ, സാന്ത്വന സേവന പ്രവർത്തനങ്ങളിൽ, അല്ലാഹുവേ റേഷൻ പദ്ധതിയിലേക്ക്, അതുപോലെ യതീമായ മക്കളുടെ ഓർഫൻ കെയറിലേക്ക്, അല്ലാഹുവേ രോഗികളെ സഹായിക്കുന്ന അർഹമുർ റഹീമായ ചികിത്സാ പദ്ധതിയിലേക്ക്, അതുപോലെ ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ, ഹാഫിളീങ്ങൾക്ക് ഭക്ഷണത്തിലേക്ക്, അതുപോലെ ഇവിടുത്തെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ തുടങ്ങിയ സംരംഭങ്ങൾ നീ വിജയത്തിലാക്കണേ അല്ലാ. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന നീ എളുപ്പത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ സർവ്വ ആവശ്യങ്ങളും നിനക്കറിയാമല്ലോ അല്ലാ, പൂർത്തീകരിക്കണേ അല്ലാ. ഞങ്ങൾ ദുആ ചെയ്യാൻ അർഹരല്ലെങ്കിലോ ആ
ആമീൻ പറയുന്ന മുതഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഹാഫിളീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, യതീമായ മക്കളുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെ വിധവകളായ ഉമ്മമാരുടെ ബറക്കത്ത് കൊണ്ട്, തഹജ്ജുദിന്റെ സമയം മുതൽ ദിക്ർ സ്വലാത്തിൽ കഴിയുന്ന സഹോദര സഹോദരിമാർ, ഉപ്പ ഉമ്മമാര്, അവരുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. ശരീരത്തിന് റാഹത്ത് നൽകണേ അല്ലാ. പലപ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് വിഷമിച്ച് പ്രയാസപ്പെടുത്ത് പരാതിയുമായി പരിഭവമായി കഴിയുന്നവരാധികവും ആളുകൾ അല്ലാ, നീ തന്ന ഓരോരോ അനുഗ്രഹങ്ങള് അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ശുക്ർ ചെയ്തിട്ട് നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ഹംദ് പറയുമ്പോ, അൽഹംദുലില്ലാ പറയുമ്പോ, ശുക്ർ ചെയ്യുമ്പോ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടാനത് കാരണമാകുമല്ലോ അല്ലാ. ഞങ്ങൾക്ക് നീ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. ശൈത്താനിയത്ത്, റൂഹാനിയത്ത്, ഉപദ്രവങ്ങൾ, വസ്വാസ് റബ്ബേ, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങള്, ഭവന സംബന്ധമായ ശർറുകള്, സ്ഥല സംബന്ധമായ ബുദ്ധിമുട്ടുകള്, ഏത് ശർറുകളുണ്ടോ അതെല്ലാം ഈ ബദരിയത്ത് ദിവസവും ചെല്ലുന്നതിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്ന ദിവസവും ചെല്ലുന്നതിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്ന ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കേൾക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ നെഗറ്റീവ് എഫക്റ്റുകളും നീ മാറ്റിത്തരണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ശൈത്താനിയത്തും സിഹറുകളും നീ മാറ്റിത്തരണേ അല്ലാ. ചെയ്ത ദോഷങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ശത്രുക്കളുടെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അവരൊരുക്കുന്ന കെണികൾ അവരിലേക്ക് നീ മടക്കണേ അല്ലാ. റബ്ബേ, അവർക്ക് നീ ഹിദായത്ത് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവരെ നീ കൈകാര്യം ചെയ്യണേ അല്ലാ. അക്രമകാരികളായ ഭരണാധികാരികളുടെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. രാജ്യത്തെ കാക്കണേ അല്ലാ. പരസ്പര സ്നേഹവും ഐക്യവും യോജിപ്പും ഒരുമയും സ്വരുമയും ഞങ്ങളുടെ നാടുകളിൽ നിലനിർത്തുന്ന നല്ല ഭരണാധികാരികളെ നൽകണേ അല്ലാ. പരസ്പര സ്നേഹത്തോടെ, ഐക്യത്തോടെ, ഒരുമയോടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ. ഇതിൽ പങ്കെടുക്കുന്നവരുടെ ഓരോരുത്തരെയും നിനക്കറിയാം. അവരുടെ മുറാദുകൾ എന്താണെന്ന് നിനക്കറിയാം. അതെല്ലാം ഹാസിലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. കാഫാക്കൻ എന്ന ബൈത്ത് ചൊല്ലി നമ്മൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ആ ബൈത്ത് ചെല്ലുന്നത് വീടിന് കാവലാണ്, കുടുംബത്തിന് കാവലാണ്, ഷർറുകൾ മാറാൻ കാരണമാണ്. അല്ലാഹു എല്ലാവിധ ഷർറുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ഈമാൻ അല്ലാഹു ഏറ്റി തരുമാറാവട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തകൻ ഇഖ്ബാൽ സാർ, അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ ഇന്ന് അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. കണ്ണിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. റാഹത്ത് നൽകുമാറാവട്ടെ. ഓപ്പറേഷനൊക്കെ അല്ലാഹു വിജയകരമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അവരെയും നമ്മയൊക്കെ അല്ലാഹു കാക്കുമാറാവട്ടെ. റഹ്മർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. വിവിധങ്ങളായ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി മജ്ലിസിൽ ദുആ ചെയ്യാൻ ആരെല്ലാം എഴുതി പറഞ്ഞിട്ടുണ്ടോ, അറിയിച്ചിട്ടുണ്ടോ, മെസ്സേജുകൾ അയച്ചിട്ടുണ്ടോ, ഇപ്പോൾ കാണുന്നവര്, പിന്നീട് ഈ മജ്ലിസ് കാണുന്നവര്, കേൾക്കുന്നവര്, അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സർവ്വവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് സർവ്വവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അവരുടെയും ഞങ്ങളുടെയും നീ മാറ്റിത്തരണേ അല്ലാഹ്. ദുആഇക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റഹ്മാനെ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കഫാക റബ്ബുക يكفيك وكفة كفك فهاك كمي منك منك لك تكر كركك للكريف
ودي تهكيم شكشكتا كلت لك الكاليكا كفاك ما بكفا كالكاف قربته يا كوكبا كانتا كوكبا فلكا كفاك ربك يكفيك وكيفتا كيف كافها ككمي من كان منك لك تكر كرك كارك لفيك بدي الله تحكيم شكشكتا كلت لك الكاليكا كفاك ما بكفا كالكاف قربته يا كوكبا كانته كوكبا فلكا كفاك ربك يكفيك وكيفتا كيف كافها ككمي كان منك لك تكر كرك كارك في كبدي تحكيم شكشكتا كلت لك الكاليكا كفاك ما بكفا كالكاف قربته يا كوكب كانته كوكب الفلكا സദസ്സ് ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങളെ ചൊല്ലിയതും പറഞ്ഞതുമെല്ലാം നീ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുടെ ഖബറിൽ എന്നും ഒരു പ്രകാശമായി ഈ സദസ്സിനെ നീ എത്തിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹ്.